പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദി യെല്ലോ അംബ്രല്ല എന്ന മനോഹരവും എന്നാൽ ഹൃദയസ്പർശിയായതുമായ ഒരു കഥയെക്കുറിച്ചാണ്. ഓർമ്മകളും സ്നേഹബന്ധങ്ങളും മനുഷ്യത്വപരമായ സഹാനുഭൂതിയും എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദി യെല്ലോ അംബ്രല്ല ഒരു സാധാരണ വസ്തുപോലും ചിലരുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നുവെന്ന് കാണിക്കുന്ന കഥയാണ്. ഈ കഥയുടെ കേന്ദ്രബിന്ദു ബ്രസീലിലെ പാൽമാസിലുള്ള ജോസഫ് എന്ന ബാലനാണ്. ഒരു ക്രിസ്മസ് കാലത്ത് ഒരു അനാഥാലയം സന്ദർശിച്ച ഹെലീന ഇലാരിയോയുടെ സഹോദരി മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി കളിപ്പാട്ടങ്ങളിൽ സന്തോഷം കാണിക്കാതെ വിഷാദിച്ചിരിക്കുന്ന ജോസഫിനെ ശ്രദ്ധിക്കുന്നു. അവൾ സമ്മാനമായി എന്തു വേണമെന്ന് ചോദിച്ചപ്പോൾ അവൻ ആവശ്യപ്പെട്ടത് ഒരു മഞ്ഞക്കുടയായിരുന്നു. ജോസഫ് ഒരു അഭയാർത്ഥി കുട്ടിയായിരുന്നു. ഏറെക്കാലം ജോലിയൊന്നുമില്ലാതിരുന്നതിനെ തുടർന്ന് തന്റെ അതിജീവനത്തിനായി അച്ഛന് അവനെ അനാഥാലയത്തിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. അനാഥാലയത്തിലേക്ക് നടന്ന മഴയുള്ള ആ ദിവസം അച്ഛൻ തുറന്നുപിടിച്ച വലിയ മഞ്ഞക്കുടയാണ് ജോസഫിന്റെ ഓർമ്മയിൽ അവസാനമായി പതിഞ്ഞ ചിത്രം. ആ മഞ്ഞക്കുട ഒരിക്കൽ തന്റെ കുടുംബവുമായി വീണ്ടും ഒന്നിക്കാൻ സഹായിക്കുമെന്നും അവൻ വിശ്വസിച്ചു. ഈ കഥ ചലച്ചിത്ര നിർമ്മാതാക്കളായ ഹെലീന ഇലാരിയോയെയും മാരിയോ പെസയെയും വളരെയധികം ആകർഷിച്ചു. ജോസഫിന്റെ വേദനിപ്പിക്കുന്ന ഓർമ്മയെ സഹാനുഭൂതിയുടെയും പ്രത്യാശയുടെയും ഒരു കലാസൃഷ്ടിയാക്കി മാറ്റാൻ അവർ തീരുമാനിച്ചു. 10 വർഷത്തെ പ്രയത്നത്തിനൊടുവിൽ 2019 പുറത്തിറങ്ങിയ അവരുടെ അനിമേറ്റഡ് ചിത്രമായ അംബ്രല്ല ഓസ്കാർ നോമിനേഷനും നിരവധി പുരസ്കാരങ്ങളും നേടി. സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും ഈ കഥ മനുഷ്യത്വത്തിന്റെ മൂല്യത്തിലും ഉത്തരവാദിത്വത്തിലും നമുക്കുള്ള വിശ്വാസം നിലനിർത്താൻ സഹായിക്കുന്നു. ഇനി പാഠത്തിന്റെ മലയാളമർത്ഥം നോക്കാം. ദി യെല്ലോ അംബ്രല്ല. നമുക്കെല്ലാവർക്കും ഓർമ്മകളുണ്ട്. അവയിൽ ചിലത് സന്തോഷം നൽകുന്നവയാണ്, മറ്റു ചിലത് വേദനിപ്പിക്കുന്നവയും. ചിലപ്പോഴൊക്കെ നമ്മൾ ദുരിതങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ഓർമ്മകൾ ആ വേദന വർദ്ധിപ്പിക്കാറുണ്ട്. ഒരിക്കൽ ഒരു ഓർമ്മ നമ്മളിൽ ഒരു വസ്തു സ്വന്തമാക്കാനുള്ള ആഗ്രഹം ഉണർത്താറുണ്ട്. ആ ആഗ്രഹത്തിന് ആ വസ്തുവിന്റെ യഥാർത്ഥ വിലയുമായോ അതിന്റെ മൂല്യവുമായോ യാതൊരു ബന്ധവുമുണ്ടാവില്ല. ആ വസ്തു നമ്മുടെ ഓർമ്മകളുമായി ബന്ധപ്പെടുമ്പോഴാണ് അത് നമുക്ക് വിലപ്പെട്ടതായി മാറുന്നത്. ഒരു മഞ്ഞക്കുട നിങ്ങൾക്ക് തീർത്തും നിസ്സാരമായ ഒരു വസ്തുവായി തോന്നിയേക്കാം. നിങ്ങൾക്കത് സ്വന്തമാക്കാൻ തീവ്രമായ ആഗ്രഹമൊന്നുമുണ്ടാവില്ല. കാരണം അതിന് നിങ്ങൾക്ക് പ്രത്യേക ആകർഷണീയതയൊന്നുമില്ല. നിങ്ങൾ സ്കൂളിൽ ചേർന്ന ആദ്യ വർഷം മുതൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് പല കുടകളും വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അവയിൽ ചിലത് ആകർഷകവും വർണ്ണാഭമായതുമായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മഞ്ഞക്കുടയ്ക്ക് പ്രത്യേകതയൊന്നുമില്ല. എന്നാൽ ബ്രസീലിലെ പാൽമാസിലുള്ള ജോസഫ് എന്ന ബാലന് ഒരു മഞ്ഞക്കുട വളരെ സവിശേഷമായ ഒരു വസ്തുവായിരുന്നു. 2 ബ്രസീലിയൻ ചലച്ചിത്ര നിർമ്മാതാക്കളായ ഹെലീന ഇലാരിയോയിൽ നിന്നും മാരിയോ പെസയിൽ നിന്നുമാണ് നമ്മൾ ജോസഫിനെക്കുറിച്ചറിയുന്നത്. ഇലാരിയോയ്ക്ക് തന്റെ സഹോദരിയിൽ നിന്ന് ഒരു ഫോൺ കോൾ ലഭിക്കുന്നു. അവരുടെ സഹോദരി ക്രിസ്മസ് സമ്മാനങ്ങളുമായി പാൽമാസിലെ ഒരു അനാഥാലയം പോയതായിരുന്നു. സമ്മാനമായി കിട്ടിയ കളിപ്പാട്ടങ്ങൾ കണ്ട് അനാഥാലയത്തിലെ കുട്ടികൾ സന്തോഷിച്ചു. എന്നാൽ കളിപ്പാട്ടങ്ങളിൽ ഒട്ടും താൽപ്പര്യമില്ലാതെ വിഷാദഭാവത്തിലിരുന്ന ഒരു കുട്ടിയെ അവർ ശ്രദ്ധിച്ചു. അവൾ അവന്റെ അടുത്തേക്ക് പോയി സമ്മാനമായി എന്തു വേണമെന്ന് ചോദിച്ചു. ഒരു മഞ്ഞക്കുട എന്ന് അവൻ മുഖം താഴ്ത്തി തന്നെ പറഞ്ഞു. ഇലാരിയോയ്ക്ക് അത്ഭുതം തോന്നി. എന്നാൽ അധികം വൈകാതെ അവൾക്ക് അവനിൽ നിന്ന് മുഴുവൻ കഥയും മനസ്സിലായി. ഇത് അധികം പഴയ കാര്യമല്ല. തുറന്നൊരു ബോട്ടിൽ രാജ്യത്തേക്ക് വന്ന അഭയാർത്ഥി സംഘത്തിൽ അവനുമുണ്ടായിരുന്നു. പേടി കാരണം രാജ്യത്തുനിന്ന് പലായനം ചെയ്യുന്ന അല്ലെങ്കിൽ ആവശ്യമില്ലാത്തവരെന്ന് പറഞ്ഞ് പുറത്താക്കപ്പെടുന്ന അനേകം പേർ ലോകമെമ്പാടുമുണ്ട്. ഇതൊരു മഴയുള്ള ദിവസമായിരുന്നു. അവർ നടക്കുമ്പോൾ മഴയിൽ നിന്ന് അവരെ സംരക്ഷിച്ചുകൊണ്ട് അവന്റെ അച്ഛൻ ഒരു വലിയ മഞ്ഞക്കുട തുറന്നുപിടിച്ചു. അവരൊരു അനാഥാലയത്തിലേക്കാണ് പോയിരുന്നത്. അവനെ അനാഥാലയത്തിൽ നിർത്തിയിട്ട് അച്ഛൻ പോയി. അച്ഛനു മുന്നിൽ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. ഏറെക്കാലമായി അച്ഛന് ജോലിയൊന്നുമില്ലായിരുന്നു. അവന്റെ അതിജീവനത്തിനുള്ള ഏക പ്രതീക്ഷ അനാഥാലയത്തിൽ വളരുക എന്നതായിരുന്നു. മഴത്തുള്ളികൾ തട്ടിത്തെറിക്കുന്ന മഞ്ഞക്കുടയുമായി അച്ഛൻ നടന്നുപോകുന്നത് ആ കുട്ടി നോക്കി നിന്നു. അത് അവസാനമായി അച്ഛനെ കണ്ട ദിവസമായിരുന്നു.
അങ്ങനെ ആ മഞ്ഞക്കുട അവന്റെ ഓർമ്മയിൽ മായാതെ പതിഞ്ഞു. ആ മഞ്ഞക്കുട എപ്പോഴെങ്കിലും തന്റെ കുടുംബവുമായി വീണ്ടും ഒന്നിക്കാൻ സഹായിക്കുമെന്ന് അവനൊരു തോന്നലുണ്ടായിരുന്നു. ഈ കഥയുടെ ഓഥർ എന്നതിലുപരി ജോസഫിന്റെ കഥയെ ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ചലച്ചിത്ര നിർമ്മാതാക്കളായ ഹെലീന ഇലാരിയോയും മാരിയോ പെസയുമാണ്. ജോസഫിന്റെ വേദനിപ്പിക്കുന്ന ഓർമ്മയെ സഹാനുഭൂതിയുടെയും പ്രത്യാശയുടെയും ഒരു കലാസൃഷ്ടിയാക്കി മാറ്റാനാണ് ഇലാരിയോ ശ്രമിച്ചത്. ഇവർ ഒരുമിച്ച് നിർമ്മിച്ച ആദ്യത്തെ അനിമേറ്റഡ് ചിത്രമാണ് അംബ്രല്ല. 10 വർഷത്തെ പ്രയത്നത്തിനൊടുവിൽ 2019 പുറത്തിറങ്ങിയ ഈ ചിത്രം ഒരു ഓസ്കാർ നോമിനേഷനും നിരവധി പുരസ്കാരങ്ങളും നേടി. അംബ്രല്ല എന്ന സിനിമ സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും കഥയാണ്. ഇതു മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ രസിപ്പിക്കുകയും പ്രബുദ്ധരാക്കുകയും ചെയ്യും. മനുഷ്യത്വപരമായ ധാരണയിലും ഉത്തരവാദിത്വത്തിലും നമുക്കുള്ള വിശ്വാസം നിലനിർത്താൻ ഈ സിനിമ സഹായിക്കുന്നു. ഇതിൽ നിന്ന് ജോസഫിന്റെ കഥയും മഞ്ഞക്കുടയുടെ പ്രാധാന്യവും കുട്ടികൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഈ കഥ നമ്മുടെ ജീവിതത്തിലെ ഓർമ്മകളുടെയും സ്നേഹത്തിന്റെയും സഹാനുഭൂതിയുടെയും മൂല്യം എത്ര വലുതാണെന്ന് പഠിപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ.